ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ മനുഷ്യർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് പല പേരുകളും പറയും. എന്നാൽ കൃത്യം 100 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഏറ്റവും കോടീശ്വരന്മാർ അവിടുത്തെ ഒരു ഗോത്രവർഗ്ഗക്കാരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒസാജ് നേഷൻ. പക്ഷെ ആ പണം അവർക്ക് നൽകിയത് സന്തോഷമായിരുന്നില്ല, മറിച്ച് ചോര മരവിപ്പിക്കുന്ന കുറെ കൊലപാതകങ്ങളായിരുന്നു. മാർട്ടിൻ സ്കോർസെസിയുടെ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എന്ന സിനിമയിലൂടെ ലോകമറിഞ്ഞ ആ ഞെട്ടിക്കുന്ന കഥ നമുക്കൊന്ന് നോക്കാം. കഥ തുടങ്ങുന്നത് അമേരിക്കയിലെ ഒക്ലോമയിലാണ്. അമേരിക്കൻ സർക്കാർ ഒസാജ് ജനതയെ അവരുടെ സ്വന്തം നാട്ടിൽ നിന്നും തുരത്തി ഒരു പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വന്യമായ ഭൂമിയിലേക്ക് മാറ്റി പാർപ്പിച്ചു. ആരും ആഗ്രഹിക്കാത്ത ഒരു തരിശു ഭൂമിയായിരുന്നു. അവർ സമാധാനമായി ജീവിക്കാമെന്ന് കരുതി. പക്ഷേ വിധി അവിടെ മറ്റൊന്ന് കാത്തുവെച്ചിരുന്നു. ആ മണ്ണിനടിയിൽ കറുത്ത പൊന്ന് അഥവാ പെട്രോളിയം നിക്ഷേപം കണ്ടെത്തി. അതോടെ ഒസാജ് ജനത ഒറ്റ രാത്രി കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായി മാറി. ആഡംബര കാറുകളും ബംഗ്ലാവുകളും വിദേശ ജോലിയുമെല്ലാം അവരെ തേടിയെത്തി. ഈ പണം കണ്ടപ്പോൾ വെള്ളക്കാരായ ചിലരുടെ കണ്ണു മഞ്ഞളിച്ചു. പക്ഷേ ഒസാജ് ജനതയുടെ പണം തട്ടിയെടുക്കാൻ എളുപ്പമായിരുന്നില്ല. നിയമപ്രകാരം ആ സ്വത്ത് ആ ഗോത്രത്തിലുള്ളവർക്ക് മാത്രമേ കിട്ടൂ. അവിടെയാണ് ക്രൂരമായ ആ ഗൂഢാലോചന നടക്കുന്നത്. വെള്ളക്കാരായ പുരുഷന്മാർ ഒസാജ് സ്ത്രീകളെ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ തുടങ്ങി. എന്തിനാണെന്നോ, കല്യാണം കഴിഞ്ഞ് ആ സ്ത്രീകളെയും അവരുടെ കുടുംബത്തെയും കൊന്നൊടുക്കിയാൽ ആ സ്വത്ത് നിയമപ്രകാരം അവർക്ക് ലഭിക്കും. 1920കളിൽ ഇങ്ങനെ 60-ലധികം ഒസാജ് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. വെടിയേറ്റും വിഷം കൊടുത്തും വീട് ബോംബും വെച്ച് തകർത്തു. അവർ ആ ജനതയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇതിനെയാണ് ചരിത്രത്തിൽ ഭീകരവാഴ്ച, ദ റിഗൈൻ ഓഫ് ടെറർ എന്ന് വിളിക്കുന്നത്. മറ്റൊരു കൗതുകരമായ കാര്യം എന്താണെന്നോ, അമേരിക്കൻ സർക്കാർ ഒസാജ് ജനതയെ വിശ്വസിച്ചിരുന്നില്ല. അവർക്ക് പണം കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഓരോ ഒസാജ് വ്യക്തിക്കും ഓരോ വെള്ളക്കാരെ ഗാർഡിയനായി നിയമിച്ചു. ആ ഗാർഡിയന്മാർ പലരും ഒസാജ് ജനതയെ പറ്റിച്ചു പണം തട്ടിയെടുക്കുകയായിരുന്നു. ഇതിനെല്ലാം പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞ കൊലപാതകങ്ങൾ. ഒടുവിൽ ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് അമേരിക്കയുടെ പ്രശസ്തമായ FBI രൂപം കൊള്ളുന്നത്. വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ ഒസാജ് നേഷൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തങ്ങളെ കൊന്നൊടുക്കിയവരോടും തങ്ങളുടെ പണം മോഷ്ടിച്ച സർക്കാരിനോടും അവർ പോരാടി. 2000-ൽ അവർ അമേരിക്കൻ സർക്കാരിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 11 വർഷങ്ങൾ നീണ്ട വലിയ പോരാട്ടത്തിനൊടുവിൽ 2011-ൽ അവർ വിജയിച്ചു. $350 മില്യൺ, ഏകദേശം 3000 കോടി രൂപ അമേരിക്കൻ സർക്കാർ അവർക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ടത്. ലോക ചരിത്രത്തിൽ ഒരു ഗോത്രവർഗം ഒരു വൻ ശക്തിയായ സർക്കാരിനെ മുട്ടുകുത്തിച്ച നിമിഷം. പണത്തിനു വേണ്ടി മനുഷ്യൻ എത്രത്തോളം താഴ്ന്നു പോകും എന്നതിൻ്റെ തെളിവാണ് ഒസാജ് ചരിത്രം. പക്ഷേ അതിലുപരി എത്ര വലിയ അധികാരിയായാലും നീതിക്ക് വേണ്ടി പൊരുതിയാൽ വിജയം ഉറപ്പാണെന്നും ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.